എടി എന്റെ അമ്മയെ എന്താടി നീ ചെയ്തേ? എന്റെ അമ്മ ആരാ? നിന്റെ വേലക്കാരിയോ? ഇതിനകത്തിട്ട് നിന്നെ സ്വന്തം അമ്മയെ പോലെ നോക്കുന്ന എന്റെ അമ്മ നിന്റെ വേലക്കാരിയാണോന്ന് എന്നെ തല്ല മാത്രം നിനക്ക് ധൈര്യമോടി? തൊട്ടുപോവരുത് അവളെ. തൊട്ടിട്ടുണ്ടെങ്കിലേ ഇതിനകത്തിട്ട് ചവിട്ടി കൂട്ടിക്കളയ ഞാൻ. അവള് നിന്നെ തല്ലിയതിൽ എന്താടി തെറ്റ്? സ്വന്തം അമ്മയെ നോവിച്ചാലേ അന്തസ്സുള്ള ഏത് മകൾ ഇത് തന്നെ ചെയ്യും. നിന്റെ അമ്മ നിനക്ക് വലുതായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ മമ്മിക്കും അവര് ശത്രുവാ. ഞങ്ങളുടെ ജീവിതം തകർത്ത ശത്രു. മോളെ ഇങ്ങോട്ട് മാറി. എന്തറിഞ്ഞിട്ടടി നീ പറയുന്നേ? കുഞ്ഞുനാളില് നിന്റെ മമ്മി നിന്റെ ചുണ്ടില് എന്തേലും നുണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലേ അതിവിടെ വിളമ്പാൻ നിക്കണ്ട. നിന്റെ മമ്മിയുടെ ജീവിതം നശിപ്പിച്ചതേ നീയാ, അല്ലാതെ ഈ നിൽക്കുന്ന എന്റെ അമ്മയല്ല. നിന്റെ മമ്മിയെ പോലെ കോടികളുടെ തിളക്കത്തില് അഹങ്കരിക്കുന്നവളല്ല എന്റെ അമ്മ. എന്നെ വളർത്താൻ വേണ്ടി പാടുപെട്ട് പട്ടിണി കിടന്ന് ചെയ്യാവുന്ന ജോലികളൊക്കെ ചെയ്ത് നെഞ്ചും കൂടി ഒരുക്കി പോയവളാ. എന്റെ അമ്മയുടെ ദേഹത്ത് ഒരു പൂന്നുള്ളിയിട്ട് വേദനിപ്പിച്ച പോലും ഞാനത് സഹിക്കില്ല. നീ എപ്പോഴും പറയാറുണ്ടല്ലോ ഗാഥ ശ്രീനിവാസ്, ഗാഥ ശ്രീനിവാസ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ചവളുടെ പേരാണെന്ന്. നിനക്ക് അത്രയ്ക്ക് ചങ്കൂറ്റുണ്ടെങ്കിലേ, നിന്റെ മമ്മി നിന്നെ വളർത്തിയതില് അത്രയ്ക്ക് അഭിമാനം ഉണ്ടെങ്കിലേ, എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ അമ്മയൊന്ന് തൊട്ടു നോക്ക്. അപ്പ കാണിച്ചു തരാം ഈ കൃഷ്ണ ആരാന്ന്. മോളെ വേണ്ട, എന്നെ മനഃപൂർവ്വം ഗാഥമോളൊന്നും ചെയ്തതല്ലേ. മോളിക്കുട്ടി അടിച്ചപ്പോ മോളിക്കുട്ടി അടിക്കാൻ ഇവളാരാ അമ്മേ? വാലിന് തീപിടിച്ച പോലെ നീയും നിന്റെ മമ്മിയും നടക്കുന്ന എത്ര ഘട്ടങ്ങളില് ദേ ഈ നിൽക്കുന്ന മോളിക്കുട്ടി സഹായിച്ചിട്ടുണ്ട് നിങ്ങളെ. അതിന്റെ നന്ദിയൊന്നും നീ കാണിക്കണ്ട. ഉപദ്രവിക്കാതിരിക്കുക എന്ന സാമാന്യ മര്യാദയെങ്കിലും കാണിച്ചൂടെ നിനക്ക്? നീ ഇവിടെ എന്റെ സ്ഥാനത്ത് കിടക്കുമ്പോഴേ എന്നെ നിന്റെ മമ്മി വിളിച്ചുകൊണ്ടുപോയി വേഷം കെട്ടിച്ചതേ ഒന്നല്ല രണ്ടല്ല പല വട്ടോ. എന്തിനാ? എനിക്ക് സൂഹിക്കാനോ അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് സമ്പന്നയാവാനോ അല്ല. നിനക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവാനാ. നിന്റെ മമ്മിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാനാ. എന്നിട്ടും അങ്ങനെ കഷ്ടപ്പെട്ട് കിടക്കുന്ന എന്നെയും എന്റെ അമ്മയാണ് നിനക്ക് ദ്രോഹിക്കേണ്ടത് അല്ലേടി? മോളെ മതി, മോളിങ്ങ് പോരെ. നോക്ക്, ഇതുവരെ നടന്നതൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളിച്ച് പറയാനേ എനിക്കൊരു തടസ്സമില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ആൾമാറാട്ടം നടത്തിയതിന്റെ പേരില് അമ്മയും മോളും അകത്ത് കിടക്കേണ്ടി വരും. അത് എന്നെ കൊണ്ട് ചെയ്യിക്കരുത്, കേട്ടോടി? അമ്മ വന്നേ.